മഹാഗുരുശരണം ഹരിഗുരുസ്മരണയോടെ 15/2/2025 ശനീശ്വരൻ്റെ ദിവസമായ ശനിയാഴ്ച എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവിക അംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ചൊല്ലിപ്പഠിച്ച രണ്ട് വരികളുണ്ട്. ശനിവാറാ സേവയത്ത ധോനി സാലനി ആതികർത്ത അമിക്കെല്ലെ പാപവത്ത അന്നദാന കൊണാമിഴ്ത്ത. ഇത് എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചകളിലെ സേവയ്ക്ക് ഞാൻ വരുന്നു. അതിൽ ധോനി സാലിനി ആർത്തി അതെന്താണെന്നറിയില്ല, കൊങ്ങണി വരികളാണത്. ഇത് ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൽ കമൻ്റായിട്ടിടാം. ധോനി സാലിനി ആർത്തി കർത്ത അമ്മിക്കെല്ലെ പാപവത്ത, നമ്മൾ ചെയ്യുന്ന പാപം പോകുന്നു ആ സേവ ചെയ്തു കഴിഞ്ഞാൽ. ഇത് തിരുപ്പതി അമ്പലത്തിൽ നടക്കുന്ന ഒരു സേവയെക്കുറിച്ചാണ് പറയുന്നത്. വിഷ്ണുവിന് നടക്കുന്ന ഒരു സേവയെക്കുറിച്ചാണ് പറയുന്നത്. അന്നദാന കൊണാമഴ്ത്ത, നമ്മൾ അന്നദാനം ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പണം കൊടുക്കുന്നുണ്ടാവും, അറിയില്ല. ആ വരികൾ അങ്ങനെയാണ്. അത് ആർക്ക് കിട്ടുന്നോ എന്നുള്ളതാണ് ആ വരികളിൽ പറയുന്നത്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസമായ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറയാമെന്ന് വെച്ചു. കാര്യം ഏതോ ഒരു മഹാത്മാഗാന്ധിയാണോ ശ്രീരാമകൃഷ്ണ പരമഹംസറാണോ എന്നറിയില്ല, അദ്ദേഹത്തെ കാണാനായിട്ട് ഒരമ്മ കുട്ടിയെയും കൊണ്ടുവന്നു. അപ്പോൾ പലരും ഇത് കേട്ട് കാണും. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി എപ്പോഴും മധുരം കഴിക്കും. അപ്പോൾ ഈ മധുരം കഴിക്കുന്ന ആ ശീലം ഒന്ന് നിർത്തണം, അപ്പോൾ അത് പല്ലിന് ദോഷം അങ്ങനെയൊക്കെ ആയിട്ട് അതൊന്ന് നിർത്തണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത്. അതൊന്ന് കുട്ടീനെ ഉപദേശിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ് കുട്ടീനെ ഉപദേശിക്കാം. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം കുട്ടിയോട് പറഞ്ഞു, മക്കളെ ഇനി മുതൽ മധുരം ഉപയോഗിക്കരുത്, അത് ആരോഗ്യത്തിന് ദോഷമാണ് കേട്ടോ, ആവശ്യത്തിന് അമ്മ തരുന്നത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഇതെന്നാ അങ്ങക്ക് അന്ന് വന്നപ്പോഴേ പറഞ്ഞാൽ പോരായിരുന്നാന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മധുരം കഴിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഇത് പറയണമെങ്കിൽ, കുട്ടിയോട് ഞാൻ ഉപദേശിക്കണമെങ്കിൽ എൻ്റെ ശീലം മാറ്റിയിട്ട് ഞാനും അതിൻ്റെ ഏത് ശീലമാണോ പിന്തുടരുന്നത് അതിൽ ധാർമ്മികത പുലർത്തണമെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ന് ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ വൈഫ് അപ്പം ഉണ്ടാക്കുകയാണ്. നമ്മൾ അപ്പം ഉണ്ടല്ലോ, ഉണ്ണിയപ്പം അല്ല, മറ്റേ ഒരു വലിയ അപ്പം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, അപ്പോൾ കടലക്കറി 2 രീതിയിലുണ്ടാക്കും. ഒന്ന് ഉള്ളി സവാള ഇട്ടതുണ്ടാക്കും മക്കൾക്കും അവർക്കും, എനിക്ക് ഉള്ളി ഇടാത്തതുണ്ടാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ്, അപ്പോൾ ഒന്നിൽ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പഞ്ചസാര കൊണ്ട് കഴിക്കാം, ഇന്ന് എനിക്ക് കറി വേണ്ട, പഞ്ചസാര വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് ശനിയാഴ്ച വ്രതം എടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ പഞ്ചസാര, ഉപ്പ്, അതുപോലെ കൊളസ്ട്രോളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ തുലാഭാരത്തട്ട് പോലെ ഇങ്ങനെ ബാലൻസ് ചെയ്താണ് പോണത്. അപ്പോൾ ഈ തുലാഭാരം വെക്കുന്നത്, തുലാഭാരം എന്താണ് വഴിപാട് ചെയ്യുന്നുണ്ടല്ലേ, അതിൻ്റെ കാര്യങ്ങൾ ഇനി ആ ബാക്ക് മീഡിയയിൽ പോകുമ്പോൾ ഞാൻ പറയാം. തുലാഭാരത്തിൻ്റെ പ്രത്യേകത എന്താണ്, തുലാഭാര വഴിപാടിൻ്റെ പ്രത്യേകത എന്താണ്. അപ്പോൾ ഈ തുലാഭാരത്തട്ട് പോലെയാണ് പോണത്. അപ്പോൾ വൈഫ് പറഞ്ഞു അതൊന്നും വേണ്ട, ഇത് ചെയ്താൽ മതി, ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഉപാസനയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ വൈഫ് പറഞ്ഞ്, മറ്റേ മാവിൽ അപ്പത്തിൻ്റെ മാവിൽ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി, 4 എണ്ണം എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. 4 എണ്ണം എടുത്തു കഴിഞ്ഞു, ഉപ്പിടാൻ മറന്നുപോയി, ഇനിയുള്ളതിന് ഉപ്പിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ തേടിയ വെള്ളി കാലിൽ ചുറ്റി അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അത് മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പിടാത്തത് കഴിക്കണം എന്ന് പറഞ്ഞ വൈഫ് സമ്മതിക്കില്ല. കാര്യം ഇത് ബാലൻസിങ് നടക്കില്ല, തുലാഭാരത്തട്ടിലാണല്ലോ. ഞാൻ പറഞ്ഞു അത് മതി, ആ അപ്പം എനിക്കിതാ, അതിൽ 2 അപ്പം എനിക്കിതാ, ഞാൻ പഞ്ചസാര തൊട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഇന്ന് രാവിലെ അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ പഞ്ചസാര വെച്ച് കഴിക്കാമെന്ന് തോന്നി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ യൂണിവേഴ്സ് തീരുമാനിച്ച് കാണും. എല്ലാവരും ഉപദേശിക്കുന്നുണ്ടല്ലേ, ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ അതൊന്ന് പാലിക്കട്ടെ. ഞാൻ പാലിച്ചിട്ടുണ്ട്, ശനിയുടെ സമയത്ത് ഞാൻ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇന്ന് യൂണിവേഴ്സായിട്ട് എന്നെക്കൊണ്ട് ആവില്ല. ഇതുവരെയും ഞാൻ ഉപ്പിടാത്ത ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. ഉപ്പിടാത്ത ദോശയോ ഇതോ ഒന്നും കഴിച്ചിട്ടില്ല ജീവിതത്തിൽ. 57 വയസ്സ് ആകുന്നു ജൂലൈയിൽ. അതിൽ ആദ്യമായിട്ടാണ് ഉപ്പിടാണ്ട് പാചകം ചെയ്ത ഒരു കാര്യം ഞാൻ കഴിയും. ഇപ്പോൾ കറികളൊക്കെ ഉണ്ട്, ആ സമയത്ത് ഉപ്പ് ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പിട്ട് കഴിക്കും. പക്ഷേ അപ്പത്തിനോ ദോശയ്ക്കോ ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ഉപ്പിട്ട് ശരിയാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ശനീശ്വരൻ, നിങ്ങൾ ഉപ്പ് കഴിക്കാണ്ടിരിക്കുക, പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളുള്ളവർ ഇത് പാലിക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ രാവിലെ പലരോടും പറഞ്ഞിട്ടുണ്ട്, രാവിലെ കൂട്ടുപായസം പോലെ ഉണ്ടാക്കി കുറച്ച് എള്ള് അതിൽ വിതറിയിട്ട്
അത് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നിടത്തോ പൂജാമുറി എവിടെയാണോ അവിടെ നിവേദ്യം പോലെ വെച്ചിട്ട് കുളിച്ച് ഇതൊന്നും വേണ്ട കേട്ടോ, അങ്ങനത്തെ വലിയ ആഡംബരമൊന്നും വേണ്ട, ഇല്ലാണ്ട് സാധാരണ പോലെ അവിടെ വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു കരണ്ടി എടുത്തിട്ട് കാക്കയ്ക്ക് വെക്കുക. കാക്കയ്ക്ക് വെച്ചിട്ട് ബാക്കി നിങ്ങൾ എടുക്കുക. ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആദ്യം കഴിക്കുന്നത് ഇതായിരിക്കണം. ഇതൊരു ശനീശ്വര പ്രസാദം എന്നുള്ള രീതിയിൽ കഴിക്കുക. അപ്പോൾ എള്ളിൻ്റേതായ പ്രത്യേകത ഉണ്ട്. ഇത് ജീവിതം മാറ്റിമറിക്കും. 6 മിനിറ്റ് ആകുന്നു, അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇനിയും നാളെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനകൾ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ശ്രവിക്കുന്ന എല്ലാ ദൈവാംശങ്ങളും നമ്മളിലുള്ള ഉള്ളിലെല്ലാം ദൈവം, നമ്മൾ ഈ സംസാരിക്കുന്ന ബോധം, അതിൻ്റെ പുറകിലുള്ള മനസ്സ്, അതിൻ്റെ പുറകിലുള്ള ജീവാത്മാവ്, അതിൻ്റെ പുറകിലുള്ള പരമാത്മാവ്, അത് ദൈവത്തിൻ്റെ ഇതാണ്. അത് തേടുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവാംശങ്ങൾക്കും എൻ്റെ ഇന്നത്തെ ഉപാസന കഴിഞ്ഞതിന് ശേഷമുള്ള ആ പുണ്യം വെച്ച് എല്ലാവരുടെയും ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യം, സൽസന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ്വമനോകാമനാഭിഷ്ടവും നടക്കട്ടെ എന്ന് പരമാത്മാവ്, പരാശക്തി, അതുപോലെ എൻ്റെ ഗുരുപരമ്പരകൾ, എൻ്റെ ഉപാസനമൂർത്തികളെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതുപോലെ അതിന് സങ്കല്പം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.